Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പടയാണ്. ഇല ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു ഗോതമ്പട ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലെ ഗോതമ്പട ഇല ഇല്ലാതെ ഉണ്ടാക്കി എടുക്കുന്ന മെത്തേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഫില്ലിംഗ് റെഡി ആക്കണം. അതിന് വേണ്ടിയിട്ട് നാളികേരം ചെറുകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര പൊടിച്ചിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇതിലേക്ക് നിങ്ങൾക്ക് നട്ട്സ് ചേർക്കണമെങ്കിൽ നട്ട്സ് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി കുഴക്കുന്നത് പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒത്തിരി ഹാർഡാവാൻ പാടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ ചെറിയ ഒരു ബോൾസ് പോലെ എടുത്തിട്ട് കുറച്ച് പൊടി തൂവി കൊടുത്ത് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇല കിട്ടണമെന്നില്ല. പുറമേക്ക് വർക്ക് ചെയ്യുന്നവർക്കും താമസിക്കുന്നവർക്കും ഒക്കെ ചിലപ്പോൾ ഇല കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം എന്താ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ശരിക്കും നമ്മുടെ അടയുടെ ആ ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ സൈഡ് ഭാഗം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് സീലായി കിട്ടും. പിന്നെ നമുക്ക് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ചെറിയൊരു ഡിസൈനും കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ സീലാവും ചെയ്യും, നല്ലൊരു ഡിസൈനും കിട്ടും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നന്നായി ചൂടായിട്ടുള്ള ഒരു പാനിലോട്ട് ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അട നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഇതിലേക്ക് നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയോ സ്പ്രെഡ് ചെയ്തിട്ട് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യൊന്നും ചേർത്ത് കൊടുക്കണ്ട. ജസ്റ്റ് ഇതൊന്ന് രണ്ട് ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിൽ ഈ ഒരു ടൈപ്പ് അടയിൽ ഞാൻ നെയ്യും വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നൊന്നുമില്ല, സ്പ്രെഡ് ചെയ്യുന്നൊന്നുമില്ല. ഒരു ക്രിസ്പി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് നമ്മളതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പോലെ പരത്തിയിട്ടുള്ള അട റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ഫില്ലിംഗ് ആണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള അടയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചപ്പാത്തിക്ക് കുഴച്ച പോലെയാണ് കുഴച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മെത്തേഡിൽ നല്ല ലൂസായിട്ട് വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട്. അതിനുശേഷം കയ്യിൽ നല്ലപോലെ എണ്ണ തടവണം. പിന്നെ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് അതിലും നന്നായിട്ട് എണ്ണ തടവിയതിന് ശേഷം ഇതിൽ നിന്നും നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഒരു പിടി മാവ് എടുത്ത് ഇതിലിങ്ങനെ കൈകൊണ്ട് പരത്തിയെടുക്കുക. നമ്മൾ സാധാരണ വാഴയിലയിലൊക്കെ പരത്തുന്നത് പോലെ തന്നെ വെള്ളം തൊട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. വളരെ നൈസായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. വളരെ നൈസായിട്ട് പരത്തിയെടുക്കുക. വെള്ളം തൊട്ടിട്ട് പരത്തിയെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്തും നമ്മൾ ഫുള്ളായിട്ട് വെക്കാൻ പാടില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഫില്ലിങ് വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒട്ടിയിരിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡിൽ ഇങ്ങനെ സ്പേസ് വിടുന്നത് കേട്ടോ. അപ്പോൾ ഇല വീട്ടിലുള്ളവരാകുമ്പോൾ നമുക്ക് സാധാരണ ഇലയിൽ ഇത് പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാം. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത്. അതിനുശേഷം എന്താ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ആ സൈഡ് ഭാഗം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് സീലായി കിട്ടും. അപ്പോൾ ഈ ഒരു ചെറിയൊരു പീസ് ഫോയിൽ പേപ്പറിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ അടയും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിനുശേഷം ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സൈഡ് മാത്രം ഫോയിൽ പേപ്പർ നീക്കിയിട്ട് അതായത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പാനിലോട്ട് ഇട്ട് കൊടുക്കുക, പതുക്കാനും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ ഫോയിൽ പേപ്പറും കൂടി പറിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അതിൽ വെച്ചിട്ട് കളർ മാറുമ്പോൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് കുറച്ച് എണ്ണയും അല്ലെങ്കിൽ നെയ്യ് എണ്ണ എന്താ വേണമെങ്കിൽ അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം തിരിച്ചു മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ നൈസായിട്ട് പരത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇടയിൽ പൊട്ടിയിട്ടൊക്കെ നമ്മുടെ ശർക്കരയുടെ ജ്യൂസി ആയിട്ട് ഇങ്ങനെ നീരൊക്കെ വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട നമ്മൾ സാധാരണ നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഇതും കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. കണ്ടോ, നല്ല രസമായിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ ഇലയിൽ ഉണ്ടാക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.